എത്ര അത്യത്ഭുതകരമായിട്ടാണ് നമ്മുടെ ഈ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തൊരു അത്യത്ഭുതകരമായ ഘടനയാണ്. ഈ ഘടനയൊക്കെ അനുസരിച്ച് ഇത്ര സങ്കീർണമായി നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച തമ്പുരാൻ നമുക്ക് ലക്ഷ്യം ചൂണ്ടിക്കാണിച്ചു തരില്ല എന്നാണോ വിചാരിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച് അവന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി, അവന് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ ഏർപ്പാട് ചെയ്തു, അവന് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ഏർപ്പാട് ചെയ്തു, താമസിക്കാനുള്ള ഇടം ഏർപ്പാട് ചെയ്തു, ഇണ ചേരാനുള്ള സൗകര്യമൊരുക്കി, എല്ലാം കൊടുത്തിട്ട് അവനോട് ലക്ഷ്യം മാത്രം പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എത്ര ദുരൂഹമായിരിക്കും അത്. നമുക്ക് ജീവിത ലക്ഷ്യം മനസ്സിലാക്കി തരാൻ, നമ്മളെ സൽപാന്താവിൽ നയിക്കാൻ, നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരാൻ, വേണ്ട അറിവ് ആർജിക്കാൻ ഒന്നുമില്ലാതെ വന്ന് നമുക്കെല്ലാം അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തു. ആ വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നമുക്ക് തിരിച്ചറിവ് കിട്ടുന്നു. എന്നെ സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട്, ഒരു നാഥനുണ്ട്. ഈ സത്യം നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടാൽ എന്തുകൊണ്ട് ഖുർആൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും.